ചിത്രം മൂവി റിവ്യൂ. ഫസ്റ്റ് ജോണർ, ഇതൊരു മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയാണ്. സെക്കൻഡ് ഡയറക്ഷൻ, കഥ നടക്കുന്നത് 2 കാലഘട്ടങ്ങളിലായിട്ടാണ്. പക്ഷെ കഥയിൽ നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് ഈ കാലഘട്ടങ്ങളിൽ ഷിഫ്റ്റിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഡയറക്ടർ അടിപൊളിയായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ ആർട്ട് പാർട്ടും ഗംഭീരമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ആ കാലഘട്ടങ്ങളുടെ ചേഞ്ച് പറയുമ്പോഴേക്കും ഇപ്പോൾ ഇന്ന കാലഘട്ടങ്ങളിലുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈവൻ ഒരു പോസ്റ്റർ പോലും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഡയറക്ടർ മാക്സിമം യൂസും ചെയ്തിട്ടുണ്ട്. തേർഡ് സിനിമാറ്റോഗ്രഫി ഓക്കെ ആണ്, ആ കഥയ്ക്ക് വേണ്ട ഫ്ലോയ്ക്കൊക്കെ തന്നെ പോയേക്കുന്നത്. ഫോർത്ത് എഡിറ്റിംഗ്, കഥ നോൺ ലീനിയർ ആണെങ്കിൽ പോലും ആ കഥയുടെ ആ സ്മൂത്ത്നെസ് ഒരു തരി പോലും മാറി നിൽക്കാത്ത രീതിയിലാണ് എഡിറ്റിംഗ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെയാണ് ഗ്രേഡിങ്ങും ഓരോ കാലഘട്ടത്തിനും വേണ്ട രീതിയിൽ തന്നെയാണ് ഗ്രേഡ് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ഫിഫ്ത്ത് മ്യൂസിക്, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് മിക്സിങ് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണേ. സിനിമയിൽ നിന്ന് നമ്മൾ ഒരു നിമിഷം പോലും മാറ്റി നിർത്താതെ മൂവിക്ക് എന്ത് ഇമോഷനാണോ വേണ്ട ആ ഇമോഷൻ അങ്ങനെ തന്നെയാണ് മ്യൂസിക്കിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ചില സീനൊക്കെ വന്നപ്പോഴേക്കും ആ മ്യൂസിക്കിൻ്റെ എഫക്റ്റ് ശരിക്കും അറിയാനുണ്ട്. സിക്സ് കാസ്റ്റിംഗ്, ആസിഫ് അലിയും അനശ്വരയുമാണ് മെയിൻ ക്യാരക്ടർ റോൾസ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അവർക്ക് വേണ്ട, ഇപ്പം അനശ്വരയുടെ ഒക്കെ ആണെങ്കിൽ ആ റോള് ആൾക്കാണ് സെറ്റ് എന്ന് നമുക്ക് തന്നെ തോന്നും. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് സെറിൻ ഷിഹാബിനെയാണ്. കഥയിൽ പുഷ്പം എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടാണ് ആൾ പെർഫോം ചെയ്തേക്കുന്നത്. കഥ മൊത്തത്തിൽ പറഞ്ഞാൽ സാധാരണ നമ്മൾ മലയാള സിനിമയിൽ കണ്ടുവരുന്നതിനേക്കാളും ആ പാറ്റേൺ ഒന്ന് മാറ്റിയാണ് ഈ സിനിമയിൽ പോയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു കുറ്റാന്വേഷണ കഥ എന്നതിലുപരി നമുക്ക് ആ ക്യാരക്ടറുമായിട്ടൊരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്തിട്ട് നമ്മൾ ആ സിനിമയിൽ ഫുള്ളി ഈ ക്യാരക്ടറിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നിൽക്കുക ചെയ്തത്. പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നിയത് ഡയലോഗുകളാണ്. കാരണം ചില സീനുകളിൽ ആ ഡയലോഗുകൾക്ക് ഒരു കണക്ഷൻ ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്തു. മൊത്തത്തിൽ പറയുവാണെങ്കിൽ സിനിമ അടിപൊളി പടമാണ്, ഒരു മസ്റ്റ് വാച്ച് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഞാൻ റേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 8.